ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വളരെ പെട്ടെന്ന് വീട്ടിൽ പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അരക്കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത്. സാഗോ റൈസ്, സാബുദാന എന്നൊക്കെ പറയില്ല, അതാണ്. അപ്പൊ ഇതാ ഞാനിവിടെ ചെറിയ സൈസിലുള്ള ചൗവരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം വലിയ സൈസിലുള്ള ചൗവരിയാണ് ഉള്ളതെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇത് കഴുകിയെടുക്കാം. ഒരു പ്രാവശ്യം കഴുകിയെടുത്താൽ മതി കേട്ടോ, കൂടുതൽ പ്രാവശ്യം കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നല്ലവണ്ണം തിളച്ച 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുതിരാൻ വേണ്ടി അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോ ഇതിലേക്ക് ഒരു 3 ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു 3 ക്യാരറ്റ് തന്നെ എടുക്കുക. ഇനി ഈ ക്യാരറ്റിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു ക്യാരറ്റിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് മുഴുവനും ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 to 4 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു ക്യാരറ്റ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ക്യാരറ്റ് മുഴുവനായിട്ടും ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് അരക്കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു 200 ഗ്രാമിന്റെ ചെറിയ കണ്ടൻസ്ഡ് മിൽക്കിന്റെ ഒരു ടിന്ന് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവ് ഇതിലേക്ക് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ 200 ഗ്രാമിന്റെ കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവനായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നല്ല പേസ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പൊ ഈ ഒരു ക്യാരറ്റ് ഇവിടെ നല്ല പേസ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോ നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള ചൗവരി അടുപ്പിലേക്ക് വെച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നേരമൊക്കെ തിളപ്പിച്ചെടുത്താൽ മതിയാകും. നമ്മളിത് നേരത്തെ തിളച്ച വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പൊ ഇതിവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിവിടെ ട്രാൻസ്പെറന്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വളരെ തിന്നായിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതിങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. കൂടുതൽ സമയം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വറുക്കാത്ത സേമിയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക. അപ്പൊ ഇതിവിടെ ചെറിയൊരു കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള സേമിയ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സേമിയ പായസത്തിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ ഇല്ല, നമ്മുടെ നോർമൽ പായസത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു സേമിയാണ് കയ്യിലുള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ കൂടുതൽ ഈ ഒരു തിന്നായിട്ടുള്ള സേമിയ എടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ സേമിയയുടെ കളറൊക്കെ ഇവിടെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ 1 ലിറ്റർ പാല് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് താല്പര്യം ഇല്ല എന്നാണെങ്കിൽ 2 കപ്പ് കൂടി പാല് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ലാസ്റ്റ് നമ്മൾ പഞ്ചസാര ഒന്ന് ചെക്ക് ചെയ്ത ശേഷം മധുരം കുറവാണെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോ ഇതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം പാല് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സേമിയൊക്കെ അത്യാവശ്യം കുക്കായിട്ട് വരും. അപ്പൊ ഇതിവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള
ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതാ ഈ ഒരു ചവ്വരി മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ ചവ്വരിയൊക്കെ ഇവിടെ കട്ടയായിട്ടാണ് ഉണ്ടാവുക. അതൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് ഇതുപോലെ നല്ലവണ്ണം തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ക്യാരറ്റിന്റെ പേസ്റ്റ് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ക്യാരറ്റിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ പായസത്തിന്റെ കളർ ഇവിടെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ക്യാരറ്റിന്റെ കളറിനനുസരിച്ച് നമ്മുടെ പായസത്തിന്റെ കളറിലും വ്യത്യാസം വരും. ഈ ഒരു സമയത്ത് നമ്മുടെ പായസത്തിന്റെ മധുരം ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് മധുരത്തിന് കമ്മിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇവിടെ 1/3 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായുടെ ഫ്ലേവറിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാ ഞാനിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒഴിച്ചു കുടിക്കാൻ പാകത്തിനുള്ളൊരു തിക്നെസ്സിലാണ് പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ഒക്കെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി ഒന്ന് ചൂടാറുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പം നല്ല പാകത്തിന് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഈ പായസം കിട്ടും. അപ്പൊ ഇതാ നമ്മുടെ പായസം ഇവിടെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഈ പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗീ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കാഷ്യൂ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോ ഈ ഒരു കാഷ്യൂ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പൊ ഇതേ കാഷ്യൂയുടെ കളർ ഇവിടെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചധികം തന്നെ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു കിസ്മിസ് കൂടെ ഫ്രൈ ആയി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കിസ്മിസും കാഷ്യൂ ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കിടിലൻ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പായസത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതേപോലെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ക്യാരറ്റും ചൗവരിയും സേമിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു രുചികരമായിട്ടുള്ള ഈ ഒരു പായസം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.